തുടങ്ങാനിരിക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് 5 താരങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞു. ലോൺ അടിസ്ഥാനത്തിൽ 5 താരങ്ങളെ മറ്റ് ടീമുകളിലേക്ക് കളിക്കാൻ വിടുകയാണെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ മുഹമ്മദ് അജ്മലിനെ ഗോകുലം കേരളയിലേക്കും മുഹമ്മദ് അർബാസിനെ റിയൽ കശ്മീരിലേക്കും തോമസ് ചെറിയാനെ ചർച്ചിൽ ബ്രദേഴ്സിലേക്കുമാണ് അയച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് സൂപ്പർ ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് FC 2024-25 സീസൺ വേനൽക്കാല ട്രാൻസ്ഫറിലാണ് വൻ നീക്കം നടത്തിയിരിക്കുന്നത്. വിദേശ താരങ്ങളെ സ്വന്തമാക്കുകയും സ്വന്തം താരങ്ങളെ വിൽക്കുകയും ചെയ്യുക മാത്രമല്ല, സ്വന്തം ക്ലബിലെ മറ്റു കളിക്കാരെ പുതിയ താവളങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്ന നീക്കമാണ് 2024-25 പ്രീ സീസൺ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്വീകരിച്ചത്. 2024-25 സീസണിൽ ഡ്യൂറൻ കപ്പ് ഫുട്ബോളിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം ആരംഭിച്ചത്. സ്വീഡിഷ് മാനേജറായ മൈക്കൽ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ കൊച്ചി ക്ലബ് ഇറങ്ങിയ ആദ്യ ടൂർണമെന്റായിരുന്നു അത്. 2024 ഡ്യൂറൻ കപ്പിൽ 2 റെക്കോർഡുകൾ കുറിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് സാധിച്ചു. മുംബൈ സിറ്റി FCക്കെതിരായ 8-0 ജയത്തോടെയാണ് ഈ 2 റെക്കോർഡുകൾ കുറിക്കപ്പെട്ടത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് മുംബൈ സിറ്റി FCക്കെതിരായ 8-0. അതുപോലെ ഡ്യൂറൻ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജയത്തിനൊപ്പവും ആ വിജയത്തിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC എത്തി. 2024-25 സീസണിൽ മൊറോക്കൻ ഫോർവേഡ് നോഹ സദാവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച സൈനിങ്. എന്നാൽ ഏറ്റവും മോശം വിൽപ്പന ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ജിക്സൺ സിംഗിനെ വിട്ടുകളഞ്ഞതും. 2024-25 പ്രീ സീസൺ ട്രാൻസ്ഫറിൽ ഈ 2 നിർണായക കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മറ്റൊരു നീക്കവും കൊച്ചി ക്ലബ് നടത്തി കഴിഞ്ഞു. 5 കളിക്കാരെയാണ് ലോൺ വ്യവസ്ഥയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC മറ്റു ടീമുകളിലേക്ക് കൈമാറിയത്. ISL ക്ലബ്ബുകളായ പഞ്ചാബ് FC, മുഹമ്മദൻ SC, ഐ ലീഗ് ക്ലബ്ബുകളായ ഗോകുലം കേരള FC, ചർച്ചിൽ ബ്രദേഴ്സ് FC, റിയൽ കശ്മീർ FC ടീമുകൾക്കായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാരെ കൈമാറിയത്. ലിഗ്ബാം രാകേഷ് 2024 ബംഗളൂരു FCയിൽ നിന്ന് 3 വർഷ കരാറിലായിരുന്നു കൊച്ചി ക്ലബിലെത്തിയത്. പഞ്ചാബ് FCയിലേക്കാണ് താരം ലോൺ വ്യവസ്ഥയിൽ ചേക്കേറിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയുടെ വിമർശനങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഡയറക്ടർ നിഖിൽ നിമഗദ്ദ ഇന്നലെ എണ്ണി മറുപടി നൽകിയിരുന്നു. സീസണിന് മുൻപ് പുതിയ കളിക്കാരെ ടീമിലെത്തിക്കാത്തതിനെ ആരാധക കൂട്ടായ്മ വിമർശിച്ചിരുന്നു. പുതിയ കളിക്കാരെ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ ടീമിന്റെ ഭാഗത്തു നിന്നും കാലതാമസം വന്നതെന്ന് ഇന്നലെ എക്സ്പോസ്റ്റിൽ നിഖിൽ സമ്മതിച്ചിരുന്നു. ഡ്യൂറൻ കപ്പിന് മുമ്പായി പുതിയ കളിക്കാരുമായി കരാർ ഒപ്പിടുമെന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നില്ലെന്നും, എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ കരാറിലേർപ്പെടാൻ കഴിഞ്ഞില്ലെന്നത് വസ്തുതയാണെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കിയിരുന്നു. പുതിയ കളിക്കാരെ എത്തിക്കുന്നതിൽ ക്ലബ് പ്രതിജ്ഞാബദ്ധമാണെന്നും അക്കാര്യത്തിൽ നുണ പറയേണ്ട കാര്യം മാനേജ്മെന്റിനില്ലെന്നും നിഖിൽ നിമഗദ്ദ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ലോൺ അടിസ്ഥാനത്തിൽ ടീമിൽ നിന്ന് 5 കളിക്കാരെ റിലീസ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനവും വന്നത്. സീസണിന് മുൻപ് പുതിയ കളിക്കാരെ സൈൻ ചെയ്യാത്തതിലുള്ള ആരാധക വിമർശനങ്ങൾക്കിടെ അർജന്റൈൻ യുവ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ സ്പാനിഷ് മുന്നേറ്റ താരം ജീസസ് ജിമൈനേസുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കരാർ ഒപ്പിട്ടിരുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 11ാം പതിപ്പിന് സെപ്റ്റംബർ 13-നാണ് തുടക്കമാവുന്നത്. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാനും ഫൈനലിസ്റ്റുകളായ മുംബൈ സിറ്റിയും തമ്മിൽ കൊൽക്കത്തയിലാണ് ഉദ്ഘാടന മത്സരം. ഈ മാസം 15-ന് പഞ്ചാബ് FCക്കെതിരെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം.